ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക്, നമ്മളിൽ എത്ര പേര് നമ്മുടെ വയസ്സായ അച്ഛനമ്മമാരെ കുറിച്ച് അവരുടെ ഫീലിങ്സിനെ മനസ്സിലാക്കി പെരുമാറാറുണ്ട്. എനിക്ക് ഇന്ന് പലരുടെയും സ്വഭാവ രീതികൾ കണ്ടിട്ട് എനിക്ക് തോന്നിയ കുറച്ച് അഭിപ്രായങ്ങൾ ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുകയാണ്. എൻ്റെ മനസ്സിൽ തോന്നിയ കുറച്ച് അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പം അവരും വയസ്സായ അച്ഛനമ്മമാരാണ്. എനിക്കപ്പം അച്ഛനമ്മമാർ വയസ്സാകുമ്പോൾ എപ്പോഴും നമുക്ക് അവരോടൊരു കൺസിഡറേഷൻ കൂടുതൽ ആവശ്യമാണെന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അവരുടെ യങ് ഏജിൽ 40s 50s അവർക്ക് അത്ര ആവശ്യം വരില്ല നമ്മളുടെ. പക്ഷെ അവർ ഒരു ഏജ് കൂടുന്തോറും ഒരു 65 70 പ്ലസ് ഒക്കെ ആകുമ്പോഴത്തേക്ക് അവർക്ക് അവരുടെ മക്കളിൽ നിന്ന് വേറൊന്നും അല്ലെങ്കിലും കുറച്ച് അവരെ കൺസിഡർ ചെയ്യുന്നു എന്നുള്ളൊരു ഫീലിംഗ് അവർക്ക് ആവശ്യമാണ്. അപ്പം ഇന്നത്തെ ഒരു ഫാസ്റ്റ് മൂവിങ് വേൾഡിൽ നമ്മൾ കുറേ പേര് ഒരു മേജർ പോർഷൻ ഓഫ് സൊസൈറ്റിയിൽ ഇത് സംഭവിക്കുന്നുണ്ട്. അച്ഛനമ്മമാർ നെഗ്ലക്റ്റായി പോകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് പല എക്സാമ്പിളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി എന്താണ് നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം ആദ്യത്തേത് നമുക്ക് വേണ്ട റിയലൈസേഷനാണ്. റിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ബിസിയാണ്, നമ്മുടെ വർക്കിൽ ബിസിയാണ്, വർക്ക് പ്രഷർ എല്ലാവർക്കും കൂടുതലാണ്. എല്ലാവരും IT കമ്പനി അങ്ങനെയുള്ള കമ്പനികളിലൊക്കെ ജോലി ചെയ്യുമ്പം അവർക്ക് ഡേ ആൻഡ് നൈറ്റ് ഡ്യൂട്ടി ഉണ്ട്, അവരുടെ ഓട്ട് ടൈമാണ് ഡ്യൂട്ടീസ്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മുടെ ഒരു ഫാമിലി ആകുമ്പോൾ നമ്മുടെ മക്കൾ, ഹസ്ബൻഡ്, അങ്ങനെ അല്ലെങ്കിൽ വൈഫ്, അങ്ങനെയുള്ള ഇതൊക്കെ നമ്മളതിൽ ബിസിയാകും. പക്ഷേ നമ്മൾ വിചാരിക്കേണ്ടത് ഈ ലോകത്ത് നമ്മളെ കാത്തിരിക്കുന്ന 2 വ്യക്തികളേ ഉള്ളൂ. ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഒരു സെൽഫ്ലെസ് അല്ലെങ്കിൽ ഒരു ഒരു സ്വാർത്ഥതയില്ലാത്ത സ്നേഹം എന്ന് പറയാൻ പറ്റുന്ന ഒരു സ്നേഹമാണ് അച്ഛനമ്മമാരുടെ സ്നേഹം. അവരെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവരെ ഒന്ന് വിളിച്ച് അമ്മ സുഖമാണോ എന്ന് ചോദിക്കാനുള്ള ആ ഒരു മനോഭാവം നമുക്ക് ആവശ്യമാണ്. ഒരു സ്മൈല് അല്ലാതെ അവർക്കൊന്നും ഇപ്പോഴത്തെ കാലത്ത് അച്ഛനമ്മമാർക്കൊന്നും ആവശ്യമില്ല ആരെക്കൊണ്ടും. കൂടുതൽ ഫിനാൻഷ്യലി മിക്കവാറും എല്ലാ അച്ഛനമ്മമാരും ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ അവർക്ക് ജസ്റ്റ് ഇങ്ങനൊരു കൺസിഡറേഷൻ്റെ ആവശ്യമേ ഉള്ളൂ. അവരെ ഒന്ന് നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നു എന്ന് അവർക്ക് തോന്നണം. രണ്ടാമതായിട്ട് അവരെ ഒന്ന് കേൾക്കുക, അവർക്ക് കുറച്ച് സമയം കൊടുക്കുക. ഇപ്പോൾ നമ്മൾ എത്ര ബിസിയാണെന്ന് പറഞ്ഞാലും അവരുടെ കൂടെ കുറച്ച് നേരം ഇരുന്ന് ഒരു ചായ കുടിക്കുകയോ അല്ലെങ്കിൽ വൈകുന്നേരം ഡിന്നറിന് ഒന്നിച്ചിരുന്ന് കഴിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. നമുക്ക് പല വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ജോലി കാണും, വീട്ടിലെ ജോലി കാണും, അല്ലെങ്കിൽ വേറെ ഓഫീസിലെ ജോലി തന്നെ പലരും വീട്ടിൽ കൊണ്ടുവരും, അങ്ങനെയൊക്കെ പലതും ഉണ്ട്. പക്ഷേ കുറച്ച് നേരം അവരോട് എന്താ സുഖമാണോ, ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കാനോ, അല്ലെങ്കിൽ ദൂരെയാണ് അച്ഛനും അമ്മമാരെങ്കിൽ കുറച്ച് 5 മിനിറ്റ് അവരെ ഫോൺ ചെയ്യാനും ഒക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നതായിരിക്കും. അവർക്കും വളരെ സന്തോഷമാകും. ഞാനായാലും രാവിലെ ഓഫീസിൽ പോകുമ്പോൾ അമ്മയെ വിളിക്കും, അങ്ങനെ എല്ലാ ദിവസവും വിളിക്കും. ഒരു 5 മിനിറ്റ് മതി നമുക്ക്, പ്രത്യേകിച്ച് കൂടുതലൊന്നും സംസാരിക്കാനില്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ഹലോ ഹൗ ആർ യു എന്നുള്ള ഒരു ഇത് വേണം എന്തായാലും. അപ്പോൾ അവർക്ക് അത്രയും മതി, അവർ മക്കളിൽ നിന്ന് അത്രേ ആഗ്രഹിക്കുന്നുള്ളൂ. പക്ഷേ നമ്മൾ കാണിച്ചു കൊടുത്താലേ നമ്മുടെ മക്കളും അത് ശീലിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ അച്ഛനെയും അമ്മയും കെയർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവരെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മക്കളും അത് തന്നെ നാളെ നമ്മളോട് ചെയ്യുള്ളൂ. മനസ്സിലായി? നമുക്കപ്പോൾ ഒന്നും അവർ പറയാൻ പറ്റില്ല നമ്മൾക്ക്. അപ്പം കുറച്ച് നേരം അച്ഛനും അമ്മമാർക്കും സമയം കൊടുക്കുക ഡെയിലി. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പെക്റ്റ്ഫുള്ളി സംസാരിക്കുക. ദേഷ്യപ്പെട്ട് അച്ഛനമ്മമാരോട് സംസാരിക്കാതിരിക്കുക. കാരണം നമുക്ക് നമ്മുടേതായ ഒത്തിരി ടെൻഷൻസൊക്കെ കാണും, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ എന്നാലും അവർ എന്തെങ്കിലും ചോദിച്ചാൽ അതിനെ സമാധാനമായിട്ട് മറുപടി പറയാൻ ശ്രമിക്കുക. കാരണം അവരതൊന്നും വിചാരിച്ചല്ലായിരിക്കും നമ്മളോടൊന്നും ചോദിക്കുന്നത്. ചിലപ്പോൾ അവർ രാവിലെ മുതൽ നമ്മൾ വരുമ്പോൾ സംസാരിക്കാൻ കാത്തിരിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ആയിരിക്കും. പക്ഷെ നമുക്ക് മാക്സിമം നമ്മളതിനെ ശ്രമിക്കുക. അവർ കുറച്ച് സൗമ്യമായിട്ട് സംസാരിച്ച് കാര്യങ്ങൾ അവരെന്തെങ്കിലും ചോദിച്ച് ഇറിറ്റേഷൻ തരുന്ന ചോദ്യമാണെങ്കിൽ പോലും അതിനെ സൗമ്യമായിട്ട് അതിന് മറുപടി കൊടുക്കാൻ ശ്രമിക്കണം, മാക്സിമം ശ്രമിക്കണം നമ്മൾ. അല്ല അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അതിനൊരു സോറി ഫീലിംഗ്, പിന്നെ അടുത്ത ഒരു 5 മിനിറ്റിൽ തന്നെ അതിനൊരു സോറി ഫീലിംഗും ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് അവർക്ക് പറയണം, എനിക്കിങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നുകൊണ്ട് അങ്ങനെ പറഞ്ഞു പോയതാണെന്ന് പറയാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം. കാരണം പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുകുടുംബമായിരുന്നു. അപ്പം അവർക്ക് ആൾക്കാർ ഇഷ്ടംമാതിരി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊന്നും, അല്ലെങ്കിൽ മക്കളും ഒരു 5-6 മക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് അത്ര തോന്നില്ല. ഇപ്പം എന്ന് പറഞ്ഞാൽ 1-2 മക്കളേ ഉള്ളൂ.
ഫുൾ അച്ഛനും അമ്മമാരും അവനവൻ്റെ ഒരു ഫുൾ ഈ ജീവിതം ഇങ്ങനെ തന്നെ മക്കളെ എന്ന് പറഞ്ഞു ജീവിക്കുന്നവരാണെന്ന്. അപ്പോൾ അവർക്ക് അത് കഴിയുമ്പോൾ ഒരു ശൂന്യതയാണ് തോന്നുന്നത്. എൻ്റെ മക്കൾക്ക് എന്നോട് സംസാരിക്കാനുള്ള സമയമില്ല, അല്ലെങ്കിൽ ഒന്ന് കേൾക്കാനുള്ള സമയമില്ല എന്നൊക്കെ ഉള്ള ഭയങ്കരമായിട്ടുള്ള ഡിപ്രഷനിലേക്ക് പോകും ആൾക്കാർ. അപ്പോൾ അതിന് നമ്മളായിട്ട് ഇടവരുത്താതിരിക്കുക. കുറച്ച് സമയം മതി. നമ്മളുടെ ബിസി ലൈഫിൽ എത്ര മൊബൈലിൽ അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സിനോടൊക്കെ എല്ലാവരും സംസാരിക്കാൻ നമ്മൾ സമയം കണ്ടെത്തുന്നുണ്ടല്ലോ. നമുക്ക് വേണ്ട കാര്യങ്ങൾക്കെല്ലാം നമ്മളുടെ പ്രയോറിറ്റി ഉള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സമയം കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മളിരിക്കും അച്ഛനും അമ്മമാരും അവിടെ ഉണ്ടല്ലോ, അവരവിടെ ഉണ്ട്, ठीक അവർ ഓക്കെയാണ് എന്നുള്ളൊരു ഭാവത്തിലാണ് നമ്മളിരിക്കുക. പലരും, എല്ലാവരും എന്നല്ല ഞാൻ പറയുന്നത്, പലരെയും കണ്ടിട്ടുണ്ട് അങ്ങനെ. പക്ഷേ അത് ഞാൻ പറയുന്നത് സ്വന്തം അച്ഛനും അമ്മയാണെങ്കിലും ഇൻലോസ് ആണെങ്കിലും അവർ നമ്മളുടെ അച്ഛനമ്മമാരെ പോലെ തന്നെയുള്ള ആൾക്കാരാണ്. പാർട്ട്നേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് അച്ഛനമ്മമാരെയും റെസ്പെക്റ്റ് ചെയ്യാൻ ആദ്യം പഠിക്കണം, കൺസിഡർ ചെയ്യാൻ ആദ്യം പഠിക്കണം. എന്നാലേ അതൊരു എന്താ പറയുക, അതാണ് നമ്മുടെ മക്കളും അത് തന്നെയാണ് കണ്ടുകൊള്ളുന്നത്. അല്ലാതെ ഇൻലോസ് ആയതുകൊണ്ട് അവരോട് വേറെ രീതി പെരുമാറുക, അല്ലെങ്കിൽ സ്വന്തം അച്ഛനമ്മയോട് വേറെ രീതി പെരുമാറുക, ഈ ടൈപ്പ് സ്വഭാവം അത്ര നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം അവരും ഒരു അച്ഛനും അമ്മയാണ്, അത് ഭർത്താവിൻ്റെ അച്ഛനും അമ്മയാണ് എന്ന് പറഞ്ഞിട്ട് ആ രീതിയിൽ പെരുമാറേണ്ട ആവശ്യമില്ല. അത് നിങ്ങളുടെ അച്ഛനും അമ്മയുടെ സമപ്രായക്കാരായിരിക്കും അവരും. അപ്പം നാളെ നിങ്ങളുടെ അച്ഛനും അമ്മയോട് ആരെങ്കിലും അങ്ങനെ പെരുമാറുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യും? അത്രയും വിചാരിച്ചാൽ മതി. ഒരു ബേസിക് കുറച്ചൊരു മനുഷ്യത്വം വിചാരിച്ചാൽ മതി. അല്ലാതെ വേറൊന്നും വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിൽ കൂടുതലൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. അവർ ഇൻലോസ് ആണ്, മദർ ഇൻ ലോ ആണ്, അല്ലെങ്കിൽ ഫാദർ ഇൻ ലോ ആണ്. മദർ ഇൻ ലോസിനോടാണ് കൂടുതൽ പ്രോബ്ലം വരുന്നത്. അപ്പോൾ അത് വിചാരിക്കേണ്ട. അവരെ സ്വന്തം അമ്മയായിട്ട്, അത്രയും സ്വന്തം അമ്മയുടെ ഇതിലെങ്കിലും അമ്മയുടെ സമമായിട്ടുള്ളൊരു ലേഡിയാണ് എന്നുള്ളൊരു കൺസിഡറേഷൻ കൊടുക്കുക. ആ ഒരു പ്രായത്തിലുള്ള ഒരു വ്യക്തിയാണെന്നുള്ള കൺസിഡറേഷൻ കൊടുക്കുക. കാരണം അച്ഛനമ്മമാരുടെ അനുഗ്രഹം ഉണ്ടെങ്കിലേ നമുക്ക് ലൈഫിൽ സക്സസ് ആവാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇപ്പം കാണും നമുക്ക് ഇപ്പം എല്ലാം ഓക്കെ ആണെന്ന് തോന്നും. പക്ഷെ മനസ്സമാധാനം എന്നൊരു സംഗതി വേണമെങ്കിൽ നമ്മൾ ഇവരോടൊക്കെ നല്ല രീതിയിൽ പെരുമാറിയാലേ നമുക്ക് മനസ്സമാധാനം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ പുറത്ത് കാണിക്കാൻ എല്ലാവരും ഷോ കാണിക്കും. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഒരു റിഗ്രറ്റ് ഫീൽ ചെയ്യുമ്പം ചിലപ്പോൾ ആ റിഗ്രറ്റ് ഫീൽ ചെയ്യുന്ന സമയത്ത് അച്ഛനമ്മമാരും ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് അതിനൊരു വഴി ഒരുക്കാതിരിക്കുക. അപ്പം എനിക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്, അൺകണ്ടീഷണലി നമ്മളെ സ്നേഹിക്കുന്നത് നമ്മുടെ അച്ഛനമ്മമാരാണ്. ബാക്കി എല്ലാ സ്നേഹത്തിനും ഒരു കണ്ടീഷൻ എവിടെയെങ്കിലുമൊക്കെ വരാറുണ്ട്. അപ്പോൾ ആ അച്ഛനമ്മമാരെയും നമ്മളും തിരിച്ച് അൺകണ്ടീഷണലി സ്നേഹം കൊടുക്കാൻ ശ്രമിക്കുക. അവർക്ക് റെസ്പെക്റ്റ് കൊടുക്കുക, അവരെ കൺസിഡർ ചെയ്യുക, അവരുടെ ഫീലിങ്സിനെ കൺസിഡർ ചെയ്ത് നമ്മൾ പെരുമാറാൻ ശ്രമിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ലൈഫിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫ് അത് കണ്ട് നമ്മുടെ മക്കളും അത് തന്നെയാണ് കാണുന്നത്. അപ്പൂപ്പനെയും അമ്മൂമ്മയും എങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു അത് അവർ ശ്രദ്ധിക്കും. നമ്മൾ വിചാരിക്കും കുട്ടികളൊന്നും കാണുന്നില്ല, കേൾക്കുന്നില്ല. പക്ഷെ അവർ കാണും. അവർ കണ്ടവർക്ക് പിന്നെ അവർ നമ്മളിലേക്ക് അത് പ്രയോഗിക്കുമ്പോഴാണ് നമുക്ക് തോന്നുക, അയ്യോ ഇതെന്താ ഇവരിങ്ങനെ പെരുമാറുന്നതെന്ന്. അപ്പം അങ്ങനെ ഒന്നും ചിന്തിക്കാതെ അച്ഛനമ്മമാരെയും, രണ്ട് സൈഡിലുള്ള അച്ഛനമ്മമാരെയും അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള റെസ്പെക്റ്റ് അവർക്ക് കൊടുക്കുക. അച്ഛനമ്മമാരെന്നുള്ള കൺസിഡറേഷൻ കൊടുക്കുക. അവരെ സ്നേഹത്തോടെ കൊണ്ടു നടക്കുക. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.